വലത്തെ കൈ കൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കുന്നത് വിനയമാണ്. വലത്തെ കൈയും ഇടത്തെ കൈയും രണ്ടും ഉപയോഗിക്കരുത്. ചിലർക്കുണ്ട് വലത്തെ കൈയിൽ ചായ, ഇടത്തെ കൈയിൽ കടി, അത് പറ്റൂല. വലത്തെ കൈയിൽ തന്നെയാണ് ചായയും വലത്തെ കൈയിൽ തന്നെയാണ് കടിയും. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന വിനയമാണ്. തങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളത് 3 വിരൽ കൊണ്ടാണ്. അത്രയും ചുരുങ്ങിയ ഭക്ഷണമാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ വിരൽ വടിക്കും, പ്ലേറ്റും തന്നെ വടിച്ച് വൃത്തിയാക്കും. ഒരൊറ്റ തരിയും പ്ലേറ്റിൽ കാണില്ല. വെള്ളം കുടിക്കും വലത്തെ കൈ കൊണ്ട്, ഭക്ഷണം കഴിക്കും വലത്തെ കൈ കൊണ്ട്. ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളോട് ആരോഗ്യവാനാണ്. വലത്തെ കൈയിനൊരു തകരാറുമില്ല. വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു മസ്തതഅതു, എനിക്ക് സാധിക്കൂല. അതാണ് കിബറിന്റെ വലിയ മറുപടി. കഴിയുന്ന കാര്യത്തിൽ കഴിയൂല എന്ന് പറയുന്നതാണെന്ത്? ഇനി മേലാൽ പറയരുത്. കഴിയുന്ന ഒരു സംഗതിക്ക് കഴിയൂല എന്ന് പറയരുത്. എന്നെ കൊണ്ടാകൂല എന്ന് പറയരുത്. ആകോ? ഇൻഷാ അല്ലാഹ് ഞാൻ ശ്രമിക്കാം, ഞാൻ പരിശ്രമിക്കാം, ഞാൻ പോയി നോക്കാം, അങ്ങനെ പറയണ്ടേ? ആരോടും ഒറ്റടിക്ക് എന്നെ കൊണ്ട് ആകൂല എന്ന് പറഞ്ഞാൽ മറുപടി ഇല്ലേ? അത് കിബറിന്റെ മറുപടിയാണ്. ഇയാള് പറഞ്ഞു എന്നെ കൊണ്ടാകൂല. മറുപടി കേട്ടപ്പോ തന്നെ സുഖമില്ലാത്തോണ്ട് തങ്ങൾ പറഞ്ഞു ലസ്തതഅത, ഇനി നിന്നെ കൊണ്ട് സാധിക്കൂല എന്നും പറഞ്ഞു. പിന്നെ മരണം വരെ വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ആ മനുഷ്യൻ പിന്നെ മരണം വരെ വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. തങ്ങൾ പറഞ്ഞു മാ മനഅഹു ഇല്ലൽ കിബർ, വലത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കാൻ അയാളെ വിസമ്മതിച്ചത് കിബറാണ്, അഹങ്കാരമാണ്. കൈയിന് രോഗം ഉണ്ടായിട്ടല്ല, കൈ കഴിഞ്ഞിട്ടൊന്നുമല്ല. അതിന്റെ മറുപടിയാണ് വന്നത്, എന്നെ കൊണ്ട് കഴിയൂല. അങ്ങനെ പറയരുത്. കഴിയുന്നൊരു കാര്യത്തിന് എന്നെ കൊണ്ട് കഴിയൂല എന്ന് പറയാൻ പാടില്ല. കിബറ. ഞാൻ നോക്കാം, പരിശ്രമിക്കാം, അങ്ങനെ പറയണ്ടേ? നമ്മളോട് ഒരാൾ പറയാണ് നിങ്ങൾ അവിടെ ഒന്ന് പോയിട്ട് ആ സംഗതി ഒന്ന് ചെയ്തു തരുമോ? എന്നെ കൊണ്ടാവില്ല. ഇയാളെ കൊണ്ടാകും. ഇയാൾക്ക് ആരോഗ്യമുണ്ട്, വാഹനമുണ്ട്, സാമ്പത്തികമുണ്ട്, കഴിവുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ പരിശ്രമിക്കാം, ഇന്നല്ലെങ്കിൽ നാളെ നോക്കാം, അങ്ങനെ പറയണ്ടേ? ഒറ്റടിക്ക് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുന്നത് ഒരു സംഗതിക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ബഹുവന്യരായ ആളുകളോട്, മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മുതിർന്നവർ, അവരോടൊരിക്കലും അങ്ങനെ പറയരുത്. ആ ഭാഷ കടുപ്പേറിയ ഭാഷയാണ്. അതുകൊണ്ടാണ് തങ്ങൾ അങ്ങനെ പ്രതികരിച്ചത്. എന്നെ കൊണ്ട് കയ്യിലാറപ്പോ എന്നെ കൊണ്ട് കഴിയണ്ടാറും. പിന്നെ കഴിച്ചത് മുഴുവനും ഇടത്തെ കൈ ഉണ്ടാകും. ഇടത്തെ കൈ ഉണ്ണാനുള്ളതാ, ഇടത്തെ കൈ മൂക്കി വീഴാനുള്ളതാ. ഒരാൾക്ക് കൊടുക്കൽ ഇടത്തെ കൈയല്ലേ, വലത്തെ കൈയല്ലേ? വിനയാണ് വലത്തെ കൊണ്ട് കഴിക്കാന്നുള്ളത്. പിന്നെ അതിലേറെ വലിയ വിനയാണ് കൈ ആരോഗ്യവാനാകുമ്പോ സാധാരണ കൈ കൊണ്ട് കഴിച്ച് പതിവുള്ള ഭക്ഷണമാണെങ്കിൽ കൈ കൊണ്ട് തന്നെ കഴിക്കണം. മനസ്സിലായി പറഞ്ഞേ? കൈയിന് നല്ല ആരോഗ്യമുണ്ട്, സാധാരണ കൈ കൊണ്ട് കഴിക്കൽ പതിവുള്ള ഭക്ഷണമാണ്, അതെന്തുകൊണ്ട് തന്നെ കഴിക്കണം? കൈ കൊണ്ട് തന്നെ കഴിക്കണം. ഒരു പായസം തന്നാൽ ഇങ്ങനെ കോരി കുടിക്കോ? ഇല്ലല്ലോ, അത് ഗ്ലാസ്സിൽ കുടിക്കലല്ല, അതിന്റെ പതിവ് അങ്ങനെയല്ലേ? ഒരു പായസം ഗ്ലാസ്സിൽ തന്നാല് അല്ലെങ്കിൽ ഇത് തന്നാല് അങ്ങനെയാണ് കഴിക്കല്. അതേ സമയത്ത് ഇപ്പൊ നിങ്ങൾ നോക്ക്, കൈയ്ക്ക് നല്ല ആഫിയത്തുണ്ട്, കൈ കൊണ്ടാണ് കഴിക്കാൻ നല്ലതും, അതിലൊരു ചികിത്സാരീതി മറ്റൊക്കെ വേറെ ഉണ്ട്, അത് വേറെ വശം, നല്ല മാതൃകയാണ്. അപ്പൊ എന്ത് ചെയ്യും? 2 ഉപകരണം എടുക്കും, JCB മോഡലാ, എന്നിട്ട് ഒന്നിങ്ങനെ വലിച്ചു, ഒന്നിങ്ങനെ, എന്നിട്ട് ഇപ്പം പറയും എന്ത് സുഖമുണ്ട്, കൈ കൈകണ്ടല്ലോ, ചെറിയും കൈകണ്ട, അങ്ങനെ പോയാൽ മതി. കൈ കഴുകുന്നതും കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതും ഉള്ളം കൈയിലേക്ക് പകരാത്ത രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതും അത് തന്നെ പാത്രത്തിന്റെ വലത്തെ ഭാഗത്തുനിന്ന് തുടങ്ങി ഇടത്തെ ഭാഗത്തുനിന്ന് വലിച്ച് പിന്നെയും വലത്തെ ഭാഗത്തുനിന്ന് തുടങ്ങി ഇടത്തെ ഭാഗത്തുനിന്ന് വലിച്ച് ചോറ് പോലത്തെ ഭക്ഷണങ്ങളാണെങ്കിൽ അങ്ങനെ കഴിക്കണം. എന്നിട്ട് നടുഭാഗം അവിടെ അവസാനം കഴിക്കണം. നമ്മൾ അവസാനം ഒരു ഇറച്ചി കണ്ട തിന്ന ഒരു റാഹത്തിന് അതവിടെ കരക്കിൽ കയറ്റിച്ചിട്ടുണ്ടാവും. അത് ലാസ്റ്റ് ഒന്നിങ്ങനെ ഒരു റാഹത്തിട്ടുണ്ട് ഭക്ഷണത്തിൽ, നടു അവിടെ ഒഴിവാക്കി, അത് ലാസ്റ്റ് ബറക്കത്ത് അവിടെയാണ് ഇറങ്ങുന്നതെന്നാ സയ്യിദുനാ റസൂലുള്ളാഹി. ഒരൊറ്റൊന്നും താഴെ വീഴരുത്. ആഫിയത്ത് വേണോ ഉപ്പമാരെ ഉമ്മമാരെ? താഴെ വീഴുന്ന ഭക്ഷണം എടുത്തു കഴിച്ചാൽ അവനിലും അവന്റെ കുടുംബത്തിലും ആരോഗ്യം നൽകപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. താഴെ വീണൊരു ഭക്ഷണം താഴെ വീണു, ടേബിളിൽ വീണു, നല്ല തുടച്ച് വൃത്തിയാക്കി, അഴുക്കൊന്നുമില്ലാത്ത നല്ല ടേബിളാണ്. ഇനി അഴുക്ക് വല്ലതും പുരണ്ടോ
നോക്കിയിട്ടൊന്ന് കഴുകിയത് ഭക്ഷിക്കണം. ഇല്ലേ, അതെടുത്ത് ഭക്ഷിക്കണം. അത് വിനയമാണ്. വിട്ടേക്കരുത്, ഒന്നും കളയരുത്. അതൊരു അദബാണ്, വിനയമാണ്. ഭക്ഷണത്തിന്റെ തുടക്കത്തിലുള്ള ദിക്റും ഒടുക്കത്തിലുള്ള ദിക്റും വിനയമാണ്. കഴിയുമോ ഏത് ഭക്ഷണം കഴിച്ചാലും ഒരു സൂറത്ത് ഖുറൈശും സൂറത്തുൽ ഇഖ്ലാസും ഓതല് സുന്നത്ത് കൂടിയാണ്. എല്ലാ ഭക്ഷണത്തിന്റെ ശേഷവും അത് സുന്നത്തുണ്ട്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ദുആ ചെയ്യുന്നത് പ്രത്യേകം സുന്നത്തുണ്ട്. ഭക്ഷണം തന്നവർക്ക് ദുആ ചെയ്തു കൊടുക്കുന്ന സുന്നത്തുണ്ട്. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് തങ്ങൾ ഇറങ്ങുമ്പോഴാണ് ആ കുടുംബത്തിന് മൊത്തം ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു കൊടുത്തത്. അപ്പോഴാണ് മഹദി വന്നിട്ട് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലീ ഖുവൈസ, എനിക്കൊരു പ്രത്യേകതയുണ്ട്. മദീനയിൽ പല സ്ത്രീകൾക്കും ആ പ്രത്യേകത കിട്ടിയിട്ടില്ല. ഖാദിമുക അനസു യാ റസൂലല്ലാഹ്, എന്റെ മോനെ അനസാണല്ലോ തങ്ങളെ ഖാദിമ്, അതെനിക്കുള്ളൊരു പ്രത്യേകതയാണ്. പല ഉമ്മമാർക്കും അത് കിട്ടിയിട്ടില്ലല്ലോ. ഉദുല്ലാഹ ലഹു, മകന് വേണ്ടി ഒന്ന് ദുആർക്കൂ നബിയേ. ഭക്ഷണം കഴിച്ച് തങ്ങൾ പോകാനൊരുങ്ങുകയാണ്. ഉടനെ തന്നെ ദുആർന്നു, അല്ലാഹുമ്മ ക്സിരി മാലഹു, സമ്പത്ത് അധികം കൊടുക്കുക അല്ലാഹ്, വവലദഹു, സന്താനങ്ങളും അധികം കൊടുക്കുക അല്ലാഹ്, വഅദ്ഖിൽഹുൽ ജന്ന, അനസിന് സ്വർഗ്ഗപ്രവേശനം നൽകണം അല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ദുനിയാവും കിട്ടി ആഖിറവും കിട്ടി. ഖിദ്മത്ത് കൊണ്ട് എനിക്ക് ദുനിയാവും കിട്ടി ആഖിറവും കിട്ടി. എത്ര മക്കളെ കിട്ടി. ആദ്യത്തെ ദുആ കുഴപ്പമില്ലാന്ന് പറയും, രണ്ടാമത്തെ ദുആ വേണോ നോക്കൂലേ. രണ്ടാമത്തെ ദുആ വേണം. ആദ്യത്തെ ദുആ പിന്നെ എന്തിനാ അങ്ങനെ പാത്തക്കാനും സമ്പത്ത്, ആ സമ്പത്തിനെ വെച്ച് സന്താനങ്ങളെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ വളർത്താനുമാണ്. അനസ് റളിയല്ലാഹു അൻഹു 120 മക്കൾ തന്നെ ഉണ്ടായിരുന്നല്ലേ, മഹാനവറുകൾക്ക് മാത്രം. പേരക്കുട്ടികളല്ലാതെ വേറെ കൂട്ടണം. സ്വന്തത്തിൽ സാമ്പത്തികമായിട്ട് വലിയ ബറക്കത്താണ് അല്ലാഹു തആല നൽകിയത്. ഒരൊറ്റ സെക്കൻഡ് പോലും സാമ്പത്തിക ക്ഷീണം എനിക്ക് വന്നിട്ടില്ല എന്നാണ് സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ദമസ്കിലേക്ക് പോയപ്പോ, ഡമസ്കസിലെ അനസ് റളിയല്ലാഹു അൻഹു വരുന്നു എന്ന് പറഞ്ഞ ഒരു പള്ളിയിൽ കയറിയപ്പോ ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് കൂലം കുത്തി ഒഴുകി. കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി 3 ദുആ നബി തങ്ങൾ നടത്തിയല്ലോ, 2 ഞാൻ അനുഭവിച്ചു. ഒന്ന് സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണ്, അത് ആഖിറത്തിൽ എത്തിയിട്ടുള്ളതാണ്. 2 എനിക്ക് കിട്ടി. എങ്ങനെ അനുഭവിച്ചു എന്ന് ചോദിച്ചു. തങ്ങൾ അന്ന് ദുആ ചെയ്ത് ഇന്ന് വരെ സാമ്പത്തിക രംഗത്ത് ഒരു ക്ഷീണം എനിക്ക് പറ്റിയിട്ടില്ല. ബർക്കത്താണ് അല്ലാഹു തആല തന്നത്. തങ്ങൾ ഒറ്റ ദുആ, ഭക്ഷണം കഴിച്ചിട്ട് ദുആർക്ക്, അതൊരു വിനയമാണ്, ഒരു ബർക്കത്താണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഉടനെ ഉമ്മമാരെ പ്ലേറ്റ് കഴുകണം. രാവിലേക്ക് ബാക്കി വെക്കരുത്, രാവിലത്തെ ഉച്ചത്തേക്ക് വെക്കരുത്. ഉടനെ പ്ലേറ്റും കലവും ചെമ്പും മോറുന്നത് നിങ്ങൾക്ക് സ്പെഷ്യൽ ദുആ കിട്ടാനുള്ള കാരണമാണ്. പെട്ടെന്ന് വൃത്തിയാക്കുമ്പോ പാത്രം പറയും, എന്നെ പെട്ടെന്ന് മാലിന്യമുക്തമാക്കിയ ആൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്.